അപ്പോൾ നമ്മുടെ ക്ലാസ് 9 വരെയുള്ള മക്കളുടെ റിസൾട്ട് വരുന്ന ഡേറ്റ് ആണ് മെയ് 2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് മെയ് 2 തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മെയ് 2 മുൻപായിട്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള മക്കൾക്ക് 30% കുറവാണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് അതത് സ്കൂളിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഏത് സബ്ജക്റ്റിനാണോ നിങ്ങൾക്ക് അതേപോലത്തെ ഈ ഒരു 30% താഴെയുള്ളത്, അപ്പോൾ ആ സബ്ജക്ട്സിൽ നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ്സുകൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ 18ാം തീയതി മുതൽ 27ാം തീയതി വരെ നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ്സുകൾ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ടാവും അതത് സബ്ജക്ട്സിൻ്റെ. 28th മുതൽ 30th വരെയുള്ള ഡേറ്റ്സിലായിരിക്കും നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ് നിങ്ങളുടെ എക്സാം നടത്തുന്നത്, ടെസ്റ്റ് നടത്തുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് 30% മുകളിൽ മാർക്കുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് മെയ് 2 മുൻപായിട്ട് തന്നെ അറിയാൻ വേണ്ടി പറ്റും. കാരണം 18ാം തീയതി മുതൽ 30% താഴെ മാർക്കുള്ള കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത് തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ പല മക്കളെയും ചിലപ്പോൾ സ്കൂളുകളിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട്. അങ്ങനെ അഥവാ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് 30% മുകളിൽ മാർക്കുണ്ടെന്നും നിങ്ങൾ പാസ്സായിട്ടുണ്ടെന്നാണ്. ഓക്കെ, ഇനി അതല്ലാത്ത മക്കളാണെങ്കിലും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് ക്ലാസ്സുകളും അതിനെ തുടർന്നുള്ള ടെസ്റ്റിലും നിങ്ങൾക്ക് അതിനേക്കാൾ മുകളിൽ മാർക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഒരിക്കലും നമ്മൾ എന്ത് എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, റിസൾട്ടൊന്നും പുറത്ത് വരുന്നില്ലല്ലോ, ഞങ്ങൾ അങ്ങോട്ട് പാസ്സാകും, ഞങ്ങൾ അങ്ങോട്ട് കയറ്റി വിടും, ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഇതേപോലെ നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ് ഒന്നും ഇല്ലാതെ തന്നെ 30% മുകളിൽ എപ്പോഴും നമ്മൾ ഒരിക്കലും ലോ മാർക്സ് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മളെപ്പോഴും ഹൈ മാർക്സ് ആയിരിക്കണം എയിം ചെയ്യേണ്ടത്. അപ്പോൾ ഈ 30% താഴെ എന്ന് പറയുന്ന ഒരു കാര്യം ചിന്തിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ഈ തരത്തിലേക്കൊന്നും പോകാതെ തന്നെ കോൺഫിഡൻസോട് കൂടിയിട്ട് എന്നെ സ്കൂളിൽ നിന്നൊന്നും കോൺടാക്റ്റ് ഇല്ല കാരണം ഞാൻ പാസ്സായിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി തന്നെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ SSLC ലക്ഷ്യ ബാച്ചിൽ, ഇപ്പം ഇനി അടുത്തത് എൻ്റെ മക്കളെല്ലാവരും എന്താണ് 10ാം ക്ലാസ്സിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ബാച്ചും ഉണ്ട്, പ്ലസ് ബാച്ചും ഉണ്ട്. പ്ലസ് ബാച്ച് ആണെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അഡീഷണലി കിട്ടും. അതായത് നമ്മുടെ ഫുൾ ബുക്ക് സെറ്റ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും, നമ്മുടെ റിവിഷൻ ബാച്ച് ഫ്രീ ആയി കിട്ടുന്നുണ്ടാകും. ഈ 2 ബാച്ചിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്ട്സിലെയും ഓരോ ചാപ്റ്റേഴ്സിലെയും ടോപ്പിക് വൈസ് ലേണിംഗ് വീഡിയോസ് ഉണ്ടാവും, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, ലെറ്റസ് എസ്എസും അതേപോലെ തന്നെ ലെറ്റസ് എസ്എസിൻ്റെ വീഡിയോ സൊല്യൂഷൻ, അതുപോലെ തന്നെ PYQൻ്റെ വീഡിയോ സൊല്യൂഷൻ. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം ഒത്തിരി സാമ്പിൾ പേപ്പേഴ്സ്, നിങ്ങളുടെ പാറ്റേൺ മാറുന്നതുകൊണ്ട് തന്നെ സാമ്പിൾ പേപ്പേഴ്സ് ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പിൾ പേപ്പേഴ്സിൻ്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ടാകും, ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും. ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ കിട്ടുന്നുണ്ടാവും. അപ്പം ഇതൊക്കെ വെച്ച് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഓരോ എക്സാം കഴിയുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ അയക്കുന്ന മെസ്സേജുകളും അവരുടെ കമൻസൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നത് ഇപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെ യൂട്യൂബിൽ ലാസ്റ്റ് മിനിറ്റിലുള്ള ക്ലാസ്സുകൾ കണ്ടാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ യൂട്യൂബിലുള്ള കണ്ടൻ്റ് ആണോ നമ്മുടെ ബാച്ചിലുള്ളത് അല്ല. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിലുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ മക്കളെ നിങ്ങളെ സ്കൂളിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണം, നിങ്ങൾക്ക് 30% മുകളിൽ മാർക്കുണ്ട് എന്നാണ് അർത്ഥം. ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ ചിലപ്പം 30% മാർക്കിന് കുറവുള്ള മക്കളാണെങ്കിൽ നിങ്ങളെ സ്കൂളുകളിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും. അതിനനുസരിച്ച് നിങ്ങൾക്ക് 18ാം തീയതി മുതൽ 27ാം തീയതി വരെയുള്ള ഡേയ്സിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ ടെസ്റ്റൊക്കെ നടത്തി അടിപൊളിയായിട്ട് തന്നെ എന്ത് ഇരിക്കുക. സോ ഈ ഒരു അവസ്ഥ ഇനി അങ്ങോട്ട് പോകുന്ന ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുക. അപ്പോൾ നമ്മുടെ SSLC ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. ഓക്കെ.